ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം പറഞ്ഞിരുന്നു പുതിയ ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പം പ്ലേസ് ഞാൻ സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നെത്തിയിരിക്കുന്നത് റൈൻ നദി കാണാനാണ്. അപ്പം റൈൻ നദിയുടെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എനിക്കറിയാവുന്ന വിവരണങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. യൂറോപ്പിലെ തന്നെ 12ാമത്തെ നീളം കൂടിയ നദിയായിട്ടാണ് ഈ നദി അറിയപ്പെടുന്നത്. ഡാനൂബ് കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ഒരു നദിയാണിത്. ഏകദേശം 1230 കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ശക്തമായ വെള്ളച്ചാട്ടമാണ് റൈൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഏകദേശം 20 ദശലക്ഷം ആളുകൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ തീരത്തിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ ധാരാളം മീനുകളെ ഇവർ വളർത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട്, ഏത് മീനിനെയാണ് അവർ വളർത്തുന്നതെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ആ നദിയുടെ സൈഡിലൂടെ ഒരു സ്റ്റെപ്പുണ്ട്, അതിലൂടെ ഞാൻ ഇറങ്ങി താഴിലേക്ക് പോയി അവിടേക്ക് നോക്കുന്നുണ്ട്. നല്ല ആഴമുള്ള ഒരു നദിയും കൂടിയാണിത്. പല രാജ്യങ്ങളിലും കൂടിയാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളിലും കടന്നു പോകുമ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്ത പേരുകളിലാണ് ഈ നദി അറിയപ്പെടുന്നത്. ജർമ്മനിയിൽ ഇതിന് റെയിൻ എന്നും, ഫ്രാൻസിൽ റൈൻ എന്നും, നെതർലാൻഡിൽ റിജിൻ എന്നുമാണ് ഈ നദിക്ക് പറയപ്പെടുന്ന പേരുകൾ. ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിൽ റൈൻ ഒരു അതിർത്തി പങ്കിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയും കൂടിയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റൈൻ നദിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പം അതുവരെ എല്ലാവർക്കും താങ്ക് യു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു. ടേക്ക് കെയർ.